കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ. നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ പതിവ് പോലെ അത് ലൈക്ക് ചെയ്യണം കേട്ടോ. മടി വിചാരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം ഇന്ന് ഞങ്ങൾ കേവലം ഒന്ന് രണ്ട് ചെറിയ ഐറ്റാണ് കാണിക്കുന്നത്. അത് എല്ലാവർക്കും ഒക്കെ ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റുന്ന 2 ഐറ്റം. ഇപ്പം നെല്ലിക്കയുടെ ഒക്കെ സീസൺ തുടങ്ങിയല്ലോ. അപ്പം നെല്ലിക്ക കൊണ്ടുള്ള ഒരു ഐറ്റവും പിന്നെ ഒരു വാഴപ്പിണ്ടി കൊണ്ടുള്ള വേറൊരു ഐറ്റവും. അപ്പം നെല്ലിക്ക കൊണ്ട് എന്താണെന്ന് വെച്ചാൽ 1-2 ഐറ്റം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷം ഈ സീസണിൽ കാണിച്ചായിരുന്നു. ഇത് കേവലം പച്ച നെല്ലിക്ക കൊണ്ട് നെല്ലിക്കയും കാന്താരിമുളകും ഉപ്പും ഇഞ്ചിയൊക്കെ ചേർത്തുള്ള ഒരു ചമ്മന്തി. അതെന്നാന്നോ, ഈ നെല്ലിക്ക ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അപ്പം ഞങ്ങളങ്ങനെ അത് നമുക്ക് ആ ചമ്മന്തി കൂടുതലും കഴിക്കാൻ കഞ്ഞിക്കാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ കപ്പ പുഴുങ്ങിയതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണി അങ്ങനെയുള്ളതിനൊക്കെ സൈഡ് ഡിഷായിട്ട് മറ്റുള്ള സാലഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഒരൈറ്റം അതാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് തന്നെ അതിൻ്റെ പരിപാടികൾ ചെയ്തു തുടങ്ങാം. പിന്നെ വേറൊരു ഐറ്റം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നാട്ടിൻപുറത്തൊക്കെ ആകുമ്പോൾ എപ്പോഴും പറമ്പിൽ വാഴയും വാഴപ്പിണ്ടിയും വാഴക്കുടപ്പിനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പാളയംകുടം വാഴയുടെ പിണ്ടി വെച്ച് പാളയംകുടം വാഴയുടെ പിണ്ടിയും നമ്മുടെ കേവലം കാന്താരിമുളക് ആയിരിക്കും കൂടുതൽ നല്ലത് അതിന്. അത് വെച്ചുള്ള ഒരു ചെറിയ പിക്കിളെന്ന് പറയാം. ചൊറുക്കയും ഉപ്പും ഒക്കെ ചേർത്തുള്ള ഒരു ഐറ്റമാണ് ചെയ്യണത്. അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മച്ചി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചി ഇവിടെ ഇത് ചെയ്യുമായിരുന്നു. അങ്ങനെ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം അത് വെറും വേവിക്കലൊന്നുമില്ല, വെറും 5 മിനിറ്റ് മതി. പിണ്ടി അരിയുക, മുളകും ഉപ്പും വിനീഗറും ഒക്കെ ചേർത്ത് ഈ പിണ്ടി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയണില്ല, നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചുമ്മാ ഒരു ചുടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടി. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അമ്മച്ചി ഇവിടെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അത് എടുത്തു തുടങ്ങുള്ളൂ. അപ്പം പറയണ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെറും അരിയണ പച്ച പിണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെ പിക്കിളായിട്ട് ഇട്ട് വെക്കണേ. അപ്പം അതൊന്ന് മെൽറ്റ് ചെയ്ത് വരുവും ഈ വിനീഗറും അതുപോലെ കാന്താരിമുളകിൻ്റെ എരിവും ഒക്കെ പിണ്ടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് അമ്മച്ചി എപ്പോഴും പറയണ ഒരു 8-10 ദിവസമൊക്കെ പിടിക്കും. അപ്പം എന്നിട്ട് അത് ഉപയോഗിക്കുകയാണ് രുചികരം. അപ്പം ഞാനിത് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നാണ് അത് കണ്ടത്, കഴിച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെടും, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇനിയിപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ എരിവൊക്കെ അത്ര ഇതാവണമെന്നില്ല, എന്നാലും ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ പറമ്പിൽ നിന്നുള്ള ഐറ്റങ്ങളായതുകൊണ്ട് നമുക്കതിന് വേറെ രാസവളങ്ങളോ മാലിന്യങ്ങളോ അല്ല വിഷാംശങ്ങളോ മരുന്നുകളോ ഒന്നും അടിക്കണില്ലല്ലോ. അപ്പം നമുക്ക് വയറിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ പലരും ഇങ്ങനെ പറഞ്ഞുള്ള അറിവാണ്, ഈ കാന്താരിമുളകൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ അളവുള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടുമെന്നും, വാഴപ്പിണ്ടി കഴിച്ചു കഴിഞ്ഞാൽ പ്രഷറുള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടുമെന്നും ഒക്കെ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. എന്നതാണെങ്കിലും ഇത് ഒരു പ്രാവശ്യമൊക്കെ നാട്ടിൻപുറത്തുള്ളവർക്ക് ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഈ ഐറ്റത്തിൻ്റെ പരിപാടികൾ തുടങ്ങുക കേട്ടോ. അപ്പം പതിവ് പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളും ഒക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നെല്ലിക്ക കൊണ്ടൊരു ചമ്മന്തി തയ്യാറാക്കണം. അതായത് ഞാൻ നേരത്തെ നെല്ലിക്ക കൊണ്ട് 1-2 ഐറ്റം ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു ചമ്മന്തി കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തതയായിട്ടാണ് കാണിക്കുന്നത്. അതായത് 10 നെല്ലിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്, കുറച്ച് മതി നമുക്ക് ചമ്മന്തി. അതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെല്ലിക്ക ആദ്യം 2ആയിട്ടൊന്ന് പിളരണം കത്തി കൊണ്ട്, എന്നിട്ട് ചെറുതായിട്ട് ചുമ്മാ സ്ലൈസ് ചെയ്ത് എടുക്കുക. എന്നാന്ന് വെച്ചാൽ മിക്സിയിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടി മിക്സിയിലാണ് നമ്മൾ അരയ്ക്കണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഈ കഷ്ണം വലുതായിട്ട് കിടന്നാൽ അരഞ്ഞു കിട്ടൂല, ചതച്ച് അരയ്ക്കാനായിട്ട്. ഇത് നമ്മൾ തേങ്ങ ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്താലില്ലേ കറയുള്ളത് കൊണ്ട് പെട്ടെന്ന് അരയ്ക്കാൻ നോക്കണം. കട്ട് ചെയ്ത് വെക്കരുത് കേട്ടോ, ഈ നെല്ലിക്കയ്ക്ക് കറയിളകും, അപ്പം പിന്നെ കറുപ്പ് നിറാവും. ഇങ്ങനെ ഓരോന്നോരോന്നത് ചുമ്മാ അങ്ങ് കട്ട് ചെയ്ത് ചെറുതാക്കുക. നെല്ലിക്കായും കാന്താരിമുളകും ഉപ്പും ഇഞ്ചിയും ചേർത്തുള്ള ഒരു ചമ്മന്തി, തേങ്ങ ഒട്ടുമില്ല. അപ്പം നെല്ലിക്കയുടെ ചമർപ്പൊക്കെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ ചമ്മന്തിയാണ് തയ്യാറാക്കണം.
ഇങ്ങനെ നമ്മളിത് 10 നെല്ലിക്ക എടുത്തത് കാ കളഞ്ഞേച്ച് ചെറുതായിട്ട് നുറുക്കി ഇട്ടേക്കുന്നതാണ് ഈ പ്ലേറ്റിൽ ചമ്മന്തിക്കുള്ളത്. പിന്നെ ഒരു 4-5 ദളം ചുവന്നുള്ളി, അത് ഞാൻ 2ആക്കി നുറുക്കിയിട്ടുണ്ട് മിക്സിയിൽ അരയ്ക്കാൻ പാകത്തിന്. പിന്നെ ഒരു ദളം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഇതിനങ്ങനെ ആവശ്യമില്ല, അത് കാരണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒരു 5-8 കാന്താരിമുളകുണ്ട്, അത് എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് ചേർക്കാം. ഇത് എല്ലാം മൂപ്പ് ഉള്ളതല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു 8-10 എടുത്തിട്ടുണ്ട്. ചിലത് ഇച്ചിരി മൂപ്പ് കുറവുണ്ട്, അപ്പോൾ എരിവ് ആവശ്യത്തിന് വേണമല്ലോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതാണ്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് മിക്സിയിൽ ഒന്ന് കറക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരയണില്ല എന്ന് തോന്നിയ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ടേബിൾ സ്പൂൺ, അത്രയും മതി. അപ്പം അത് അരഞ്ഞു കിട്ടിക്കോളും. പിന്നെ ചമ്മന്തി എന്ന് പറഞ്ഞാൽ വെണ്ണ പോലെ അല്ലല്ലോ ഇരിക്കണത്, ഒരു സ്വല്പം കൊന്ത് പോലെ ഇരിക്കണമല്ലോ. അപ്പം നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. മിക്സിയുടെ ചെറിയ ബൗളിലാട്ടോ അരയ്ക്കണത്. അങ്ങനെ നമ്മൾ നെല്ലിക്ക, കാന്താരിമുളക്, ഇഞ്ചി, ഉള്ളി, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സിയുടെ ചെറിയ ബൗളിൽ, ഞാൻ ഓർത്തത് വെള്ളം ചേർക്കണമെന്നാണ്, പക്ഷെ ഒട്ടും നെല്ലിക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത ചമ്മന്തിയാണിത്, നെല്ലിക്ക ചമ്മന്തി. അപ്പം ഇതിന് അത്യാവശ്യം ചമർപ്പുമുണ്ട്, ചെറു പുളിയുണ്ട്. അത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റൂത. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇത് കാണിച്ചിട്ടുണ്ട്, നെല്ലിക്കയുടെ ചമ്മന്തി. അത് തേങ്ങ ചേർത്തുള്ളതാണ്. ഇത് നമ്മൾ ഒട്ടും തേങ്ങ ചേർക്കാതെ തയ്യാറാക്കണ ചമ്മന്തി കേട്ടോ. അപ്പം എല്ലാവരെയൊക്കെ ഒന്ന്, നെല്ലിക്കയുടെ സീസൺ വന്നുകൊണ്ടിരിക്കുവാണ്, ചമർപ്പൊക്കെ ഇതിൻ്റെ ഇഷ്ടമുള്ളവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നെല്ലിക്ക എത്ര കഴിച്ചാലും നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണല്ലോ, പല ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അപ്പം ഓരോരോ തരത്തിൽ നെല്ലിക്ക ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം ഞാനൊരു ചമ്മന്തി അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ റെസിപ്പിയായിട്ട്. അപ്പം നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക, കമൻറ്റുകളൊക്കെ പതിവ് പോലെ അറിയിക്കുക. വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു പിക്കിളെന്ന് പറയാൻ പറ്റൂല. വാഴപ്പിണ്ടി ഉപ്പും വിനീഗറും ഒക്കെ ചേർത്ത് സ്വല്പം ചൂടുവെള്ളവും ചേർത്തൊരു ഫോമിൽ ചെയ്യണ റെസിപ്പിയാണ് ഇവിടെ. അല്ല, ഒരു ഉപ്പും വിനീഗറും ചേർത്തുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കണം. അത് പിണ്ടിയൊന്നും വേവിക്കണില്ല, കാന്താരിമുളകും വേവിക്കില്ല, പിക്കിളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിനായിട്ട് പാളയംകുടം വാഴയുടെ പിണ്ടി തൊലി കളഞ്ഞ് ഞാൻ എടുത്തതാണ് ഇവിടെ പൊളിച്ച്. ഇനി അരിഞ്ഞ് കാണിക്കാം. അരിയണതൊക്കെ നമ്മൾ പിണ്ടിയുടെ പല ഡിഷുകൾ കൊടുത്തതിൽ കാണിച്ചിട്ടുണ്ടല്ലേ എങ്ങനെയാണെന്നുള്ളത്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. വട്ടത്തിൽ ഇത് പിക്കിളിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരെ ചെറുതായിട്ട് നുറുക്കൂല കേട്ടോ, നുറുക്കമ്പൻ അത് സ്വല്പം വലിപ്പത്തിലാണ് നുറുക്കണത്. ഈ പാളയംകുടം വാഴയുടെ പിണ്ടി ആയതുകൊണ്ട് നല്ല നാര. ഞാൻ കയ്യിൽ ഫിംഗർ ക്യാപ്പ് വെച്ച് അതിലേക്കാണ് നൂല് കളയണേട്ടോ, അതെങ്ങനെ മാറ്റണത്. നമ്മൾ ഈ പിണ്ടി അരിഞ്ഞു കഴിഞ്ഞാൽ അത് ചൂടുവെള്ളത്തിലേക്കാണ് ഇത് ഇടണത്, പതുക്കിയൊന്നും വാടിക്കിട്ടാനായിട്ട്. പിണ്ടി അരിഞ്ഞ് ചുമ്മാ വെച്ചിരുന്ന് അത് കറുത്തു പോകും. അതുകൊണ്ട് നമ്മൾ പിണ്ടി അരിയുമ്പോഴത്തേക്കും വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. അതിന് വെള്ളത്തിനൊരളവില്ല. വെള്ളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ടിയിൽ നെകക്കെ കിടക്കണം, ഈ വിനീഗറൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. കൂടുതലാണെങ്കിൽ ഞാൻ കളഞ്ഞാൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടാട്ടോ പിണ്ടി അതിലേക്ക് ചേർക്കേണ്ടത്. അപ്പം ഞാൻ ഈ വെള്ളം ചൂടാക്കാൻ വെച്ചപ്പോൾ ഉദ്ദേശം കുറച്ച് ഉപ്പും അതിലേക്ക് ഇടുന്നുണ്ട്, ഇതിന് പാകത്തിന് കൂടാൻ. വിനീഗറും ഒക്കെ ഇടണമല്ലോ, അപ്പോൾ ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം. അപ്പം വെള്ളം അവിടെ ഇരുന്ന് തരുന്നോളും. നേരത്തേക്ക് നമുക്കിവിടെ പിണ്ടി തയ്യാറാക്കാം കേട്ടോ. അരിഞ്ഞ് ഞാൻ തയ്യാറാക്കും. അപ്പം ഇത് ചൂടായിക്കോട്ടെ. അപ്പം ഞാൻ വേഗം ഇതിൻ്റെ പരിപാടി ചെയ്തോളാം. ഞാൻ അരിയണം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനൊരു 2-3 വെച്ച് അരിയണം. ഇത് ഒരെണ്ണം ഞാനിപ്പോൾ തൽക്കാലം ഒരെണ്ണം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇച്ചിരി വലുതാക്കി ഇതിന് നുറുക്കണതേ. ആദ്യം നടുവേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും. എന്നിട്ട് ഇത് വെറുതെ 4 പീസ് ആക്കുള്ളൂ, ഒരു പിണ്ടി പീസ്. ഇങ്ങനെ ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുക ആദ്യം. എന്നിട്ട് ഇങ്ങനെ കണ്ടോ. ഞാൻ ചേർത്തൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങ് ചെയ്യും എളുപ്പത്തിനതേ. ഇനിയിപ്പോൾ പിണ്ടി നമ്മൾ നുറുക്കിയിട്ട് ഇതിൻ്റെ നൂലൊക്കെ കളയണം എങ്ങനെയാണെന്ന്
പിണ്ടിയുടെ പല ഡിഷുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അരിഞ്ഞ് കഴിയുവാണ്. എന്നിട്ട് ഞാൻ കഴുകി നൂലൊക്കെ മാറ്റിക്കൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇടണം. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. കഴുകിക്കൊണ്ട് വരട്ടെ എന്നാ. ഇത്രേ എടുത്തിട്ടുള്ളൂ. അതിന് കാന്താരിമുളക് പിന്നെ കാണിക്കാം അല്ലേ, ഇടുമ്പോൾ കാണിക്കാം. ഇത് ഞാൻ പിണ്ടി കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതേ വെള്ളം ചൂടാക്കാൻ വെച്ചത് നന്നായിട്ട് തിളച്ചായിരുന്നു. ഇതേ അതിലേക്ക് ചുമ്മാ പിണ്ടി അങ്ങ് ഇടുക. അതെ കഴുകി വൃത്തിയാക്കിയ പിണ്ടി. ഇതേ അതെന്നാന്നോ, ഈ പിണ്ടി അതിലേക്ക് ഇടുമ്പോൾ വാടിക്കിട്ടും. അതായത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടുമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം അതിന് വേണ്ടി വേറെ വേവിക്കലില്ല ഇതിന് അങ്ങനെ. പിന്നെ ദേ ഞാൻ അതിന് വേണ്ടി അതിനിടാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാന്താരി മുളകാണതേ. കണ്ടോ, ഫ്രഷ് കാന്താരി, നമ്മുടെ കാന്താരി ചെടി ഒന്ന് പറിച്ചെടുത്തതാ. അത്രയും മുളക് പോരെ? മതി. അപ്പം അതും ഇതിലേക്ക് ചുമ്മാ അങ്ങ് ചേർക്കാവോ വാട്ടിയെടുക്കാനായിട്ട്. ഇപ്പം പിണ്ടിയും കാന്താരി അതിലേക്കായി. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടില്ലേ, കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് എന്തോരം ഉണ്ട്. പോരായിക ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി പോരായിക വരും. ഇനിയിപ്പോൾ വിനീഗർ ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇത് പോരായിക വരും. വേറൊരു കുപ്പിയിൽ ഇരിപ്പുണ്ട്. തൽക്കാലം നമുക്കിത് ഒഴിച്ചേച്ച് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ചേർക്കുവാണെങ്കിൽ അന്നേരം പറയാം. ഇത് മൊത്തം ഒഴിക്കുക കേട്ടോ. അത് ഞാനിങ്ങനെ ഇതിലൊരു ഹോൾ ഉണ്ടാക്കിയേക്കണോണ്ട് അങ്ങനെ ഇങ്ങനെ അതിൽ വീഴണത്. ഇങ്ങനെ ഇത് മൊത്തം ചേർക്കണം. എന്നാൽ അതിലേക്ക് കൂടണ്ട. ഇത്രയും വെള്ളം ഉണ്ടല്ലോ. വിനീഗറും ഉപ്പുമാണ്, എരിവുമാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഈ പിണ്ടി ഇങ്ങനെ ഉപയോഗിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞുള്ള അറിവാണ്. പിണ്ടി ഉപയോഗിച്ച പ്രഷറൊക്കെ ഉള്ളവർക്ക് പ്രഷർ കുറയുമെന്നാണ് പറയണത്. പറഞ്ഞുള്ള അറിവ് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ കാന്താരിമുളക് ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് കൊളസ്ട്രോളും കുറഞ്ഞു കിട്ടുമെന്ന് പറയണ കേൾക്കാം. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച വേറെ സംഗതികളൊന്നും നമ്മൾ ചേർക്കണില്ല. ജസ്റ്റ് പിണ്ടി, നമ്മുടെ തന്നെ കാന്താരിമുളക് വിനീഗർ മേടിച്ചതാണ്. പിന്നെ നമ്മൾ ഉപ്പും ചേർക്കണം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് വെച്ച് തണുക്കാൻ അനുവദിക്കണം. മുടി വയ്ക്കാം. തണുക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചില്ല് കുപ്പിയിലേക്ക് പകർത്തി വെക്കണത്. എന്നിട്ട് അടച്ചു വെക്കാം. ഇപ്പം തണുക്കാൻ അനുവദിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ശരിക്കത് തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പോൾ കുപ്പിയിലേക്ക് മാറ്റാം. ശരി. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. കാന്താരിമുളക് വിനീഗറിൽ ഇടുന്നത് പോലെ തന്നെ അത്രേ ഉള്ളൂ പ്രിപ്പറേഷൻ. ഇത് നമ്മൾ ഒന്ന് തുറക്കാം. എന്നിട്ട് ഞാൻ പറയാം. നമ്മൾ വാഴപ്പിണ്ടിയും കാന്താരി മുളകും കൂടെ ഒരു പിക്കിൾ ഇട്ടത് ഓർക്കണുണ്ടോ? ആ പിക്കിൾ ഇട്ടത് ഇന്നിപ്പോൾ 16 ദിവസം കഴിഞ്ഞു. അപ്പം നമ്മൾ അതൊന്ന് എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നമ്മൾ ഇട്ടതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാനൊരു കാന്താരി മുളകും കൂടി ഒന്ന് കോരട്ടെ കേട്ടോ. പിണ്ടിയുടെ കൂടെ പിണ്ടി ഒരു പീസ് ചാറെടുക്കണ്ടല്ലോ. വേണ്ട. വിനീഗറും ഉപ്പും ആയിട്ട് ചേർത്ത് ഇട്ടിരിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിണ്ടി ആയിരുന്നു. പാളയംകുടം വാഴയുടെ പിണ്ടിയാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് നമ്മൾ ഈ കഞ്ഞിയുടെ ഒക്കെ ഒപ്പമൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാനായിട്ട് നമ്മൾ റെഡിയാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. പുളിയൊക്കെ ഉള്ള കാരണം എങ്ങനെയാണെങ്കിലും പച്ച രീതിയിൽ തന്നെ വേവിക്കാതെ ഇടുന്നത് കൊണ്ട് പിണ്ടി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് തുടങ്ങാവുള്ളൂ. ഇപ്പം അത് കറക്റ്റ് അളവിലായിട്ടുണ്ട്. പിന്നെ വിനീഗറും ഉപ്പും ഒക്കെ കൂടുതൽ മുമ്പിലേക്ക് നിൽക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മൾ എന്തോരാ ചേർത്തേക്കണേന്ന് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതില് നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ നമ്മുടെ ചാനലിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.